ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് വേണേൽ സീറോയുടെ അത്രയും അടുത്ത നമ്പറിലോട്ട് കൊണ്ടുവന്നാൽ ഈ അത്രയും ആക്യുറേറ്റ് ആവും. പക്ഷെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ നിന്ന 1/h എന്ന് പറഞ്ഞ ടേം ഒരുപാട് വലുതും. 1/h ഇവിടെ നോക്ക് എക്സ്പൊണൻഷ്യലി ആ കൂടുന്നത്. നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയല്ല. അതിപ്പോഴും ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അതായത് നമ്മളിവിടെ ഈ മേളത്തെ കേസിൽ തന്നെ നോക്ക്, നമ്മളിവിടെ 1+h കൂടി നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയല്ല. മനസ്സിലായോ? 1+h റേസ് ടു i നമ്പര്. മനസ്സിലായി? അതായത് എക്സ്പൊണൻഷ്യലി കൂടുക. ഇത് 10⁻6 എന്ന് പറഞ്ഞ നമ്പർ എത്രത്തോളം വലുതാന്ന് അറിയാലോ. അപ്പം നമ്മൾ എത്രത്തോളം എച്ചിനെ സീറോട്ട് അടുപ്പിക്കുന്നോ ഈ 1/h എന്ന് പറഞ്ഞ വാല്യൂ അത്രത്തോളം കൂടിക്കൊണ്ടേയിരിക്കും. അത് നമ്മളിവിടെ മൾട്ടിപ്ലൈ അല്ല, റേസ് ടു ഒരു നമ്പർ. അപ്പൊ അത്രത്തോളം എക്സ്പൊണൻഷ്യലി കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് നമ്മൾ മെഷീന്റെ ലെവലിലോട്ട് വന്ന ഈ എക്സ്പൊണൻഷ്യലി ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ കൂടും. മനസ്സിലായി? അതായത് ഭീകര കമ്പ്യൂട്ടേഷനിലോട്ട് പോകും. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് പറ്റും? ഈ മെത്തേഡ് അല്ല, നമുക്ക് വേറൊരു മെത്തേഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മൈൻഡിൽ കുറെ ചോദ്യം വരും. എന്നാ ഈ ഒരിക്കൽ നമുക്ക് അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഈയുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ? പിന്നെ നമുക്ക് എപ്പോഴും മെഷീനിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഉപയോഗിച്ചുകൂടെ? സ്റ്റിൽ അതൊക്കെ പോസിബിൾ ആണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മൾ ഈയുടെ ഒരു വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് മെഷീൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതും അല്ല. ഒരു ഇത്ര പോയിന്റ് വരെ, ഓൾമോസ്റ്റ് എനിക്കൊന്ന് 6 or 8 പോയിന്റ് വരെ വെച്ചിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ അതല്ല പറയാൻ നോക്കുന്നത്. നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെ ഈ കണ്ടുപിടിച്ചെന്നുള്ള അതേ വഴി കൂടെ നമ്മൾ പോകുന്നത്. മനസ്സിലായോ? അതേ പാത്തിൽ കൂടെ. നിങ്ങൾക്ക് അത് മനസ്സിലാവാനായിട്ട്. ഓക്കെ, ഇതുവഴി നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇതൊരു ഇച്ചിരി ഇൻഎഫിഷ്യന്റ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ഇച്ചിരൂടെ എഫിഷ്യന്റ് ആയിട്ടൊരു വെയിലോട്ടും. അത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നേരത്തെ ഒരു ലിമിറ്റേഷൻ പറഞ്ഞു, ഇത് കമ്പ്യൂട്ടേഷനിൽ ഹെവിയാണ്. ഇതിന്റെ വേറെ ലിമിറ്റേഷൻ പറയാം. അതായത് എച്ച് ഒരുപാട് ചെറുതാകുമ്പം ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രിസിഷൻ എറർ എന്ന് പറഞ്ഞത് എറർ സംഭവിക്കും. അതായത് അത്രയും ചെറിയ വാല്യൂ. ഇത് ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് അതിലൊക്കെ ബന്ധമായിട്ട് വരുന്ന. ഓഫ് കോഴ്സ് ഞാൻ ഈ ക്ലാസ് എടുത്ത് തുടങ്ങിയത് ഇപ്പൊ ബേസ് ഡെറിവേറ്റീവിലാണേലും ഇത് പോകാൻ പോകുന്നത് ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, എയുടെ കോൺസെപ്റ്റിലോട്ടാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇത് തുടങ്ങിയത് പോലും. ഓക്കെ, അത് ഇപ്പം ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രിസിഷൻ എന്തോ നോക്കണ്ട, ന്യൂമറിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്തോ നോക്കണ്ട. അത് അങ്ങോട്ട് പോകെ പിന്നെ പറഞ്ഞുതരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടിയില്ല ഒട്ടും പേടിക്കണ്ട. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തത് സ്ലോനെസ് ഓഫ് കൺവേർജൻസ്. കൺവേർജൻസ് എന്ന് പറയുന്നത് ആക്ച്വലി പുതിയൊരു ടേമായിട്ട് കേട്ടൊരിക്കലും പേടിക്കണ്ട. ഓക്കെ, ഞാൻ പറയാം. നിങ്ങളിപ്പം മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, എഐക്ക് വേണ്ടി വന്നവരല്ല എങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സാധനത്തിനെ ഇച്ചിരി ഒന്ന് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞ സാധനത്തിന്, അതായത് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രിസിഷനും സ്ലോനെസ് ഓഫ് കൺവേർജൻസും അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തത്. ഈ പറയുന്ന കാര്യം അത് ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ അവിടെ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതായത് ഇത് എക്സ്പോണൻഷ്യലി കൂടുമ്പം അത്രയും കമ്പ്യൂട്ടേഷൻ, അതായത് നമുക്കറിയാം ഓൾറെഡി 10⁻10 എന്ന് പറഞ്ഞ അല്ല 10⁻2 എന്ന് പറഞ്ഞാൽ 100 ആണെന്നും 10⁻3 എന്ന് പറഞ്ഞാൽ 1000 ആണെന്നും അങ്ങനെയൊക്കെ നമുക്കറിയാം. പക്ഷേങ്കിൽ നമ്മുടെ അടുത്ത് പറയുക 5⁻10⁻10 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് പാടായിരിക്കുമല്ലോ. കാരണം എന്താ, അത്രയും കമ്പ്യൂട്ട് ചെയ്യണമല്ലോ. കാരണം അത്രയും വലിയൊരു വാല്യൂ ആണല്ലോ. അത് തന്നെ മെഷീനിന് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? വലിയൊരു വാല്യൂ വരുമ്പം നമുക്ക് അതിനെ കമ്പ്യൂട്ടേഷനിൽ കണ്ടുപിടിക്കാൻ ഹെവി ആയിരിക്കും. ഓക്കെ, അത് ഓരോ സ്റ്റെപ്പ് നമ്മൾ സീറോയിട്ട് താപ്പോട്ട് ഇറങ്ങുമ്പം മേളിൽ പവർ ഓഫ് 10 കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും? അത്രയും ഹെവിയോ. അതാണ് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് മാത്രം നിങ്ങളിപ്പോൾ അറിഞ്ഞാൽ മതി. ഇനി അല്ല AMLന്റെ കോൺസെപ്റ്റിൽ വരുവാണെങ്കിൽ സ്ലോനെസ് ഓഫ് കൺവേർജൻസ്, ഈ AML-DL ആ കോൺസെപ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് ആ ഒരു സംഭവത്തിനെ കുറിച്ച്. അവിടെ നമുക്കറിയാലോ കൺവേർജൻസ്, അതായത് ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള നമ്മുടെ വാല്യൂ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മുടെ മിനിമയായിട്ട് വല്ലതും ചിന്തിച്ചാൽ, ഓക്കെ, മിനിമൽ പോയിന്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഒപ്റ്റിമൽ പോയിന്റ് ആയിട്ട് ചിന്തിച്ചാൽ അതിലോട്ട് നമുക്ക് എത്തണമല്ലോ, കൺവേർജ് ചെയ്ത് അങ്ങനെ എത്തുന്നത് വളരെ സ്ലോ ആയിരിക്കും. കാരണം ചിലപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ 0.1 എടുത്താൽ 10⁻2 കാണും, അല്ലെ 10⁻1 കാണും. മീൻസ് 1/hന്റെ കേസ് ഞാൻ പറയുന്നത്, 10⁻1 കാണും. പക്ഷേ എങ്കിൽ വീണ്ടും സീറോയുടെ അടുക്കുമ്പം 0.001 വന്നാൽ വീണ്ടും എന്ത് പറ്റും? 10⁻3 അടുത്ത വാല്യൂ താപോട്ട് പോകുമ്പോൾ 10⁻4 അപ്പോൾ എന്ത് പറ്റും? ഈ 10⁻3 10⁻4 കമ്പ്യൂട്ടേഷൻ കൂടുതലായിരിക്കും.
പിന്നെ 10⁻⁴ 10⁵ അതിലും കൂടുതൽ കമ്പ്യൂട്ടേഷൻ ആയിരിക്കും. അതായത് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിനെക്കാട്ടിലും കമ്പ്യൂട്ടേഷൻ കൂടുതലായി വീണ്ടും താപ്പോട്ട് പോകാൻ. അതായത് കൺവേർജ് ചെയ്ത് നമ്മുടെ മിനിമയിലോട്ട് പോകുന്നത് വളരെ പതിയായിരിക്കും. അത് ഈ പറഞ്ഞ അതേ കമ്പ്യൂട്ടേഷൻ്റെ അതേ ഇഷ്യൂ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് കൺവേർജ് ചെയ്ത് പോയാൽ സ്ലോ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പോഴും ഓഫ് കോഴ്സ് പറയുന്നത് ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടില്ലെന്നൊന്നും അല്ല. നമ്മളാ വന്ന അതേ പാർട്ടി കൂടെ പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? ഇതൊരു ഇൻഎഫിഷ്യന്റ് മെത്തേഡാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ ഞാൻ പറഞ്ഞില്ലേ ഈ MLDL കുറിച്ച് തപ്പി വന്നതല്ല. എക്സ്പോണൻഷ്യലിന് എന്താ അറിയണമെന്നുള്ളവരാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഹെവി ആയിരിക്കും. അത് മാത്രം ജസ്റ്റ് ചിന്തിച്ച് വെച്ചാൽ ഈ കൺവേർജൻസും ഫ്ലോട്ടിംഗ് പോയിന്റ് പ്രിസിഷനും ഒന്നും കൂടുതൽ നോക്കണ്ട, ജസ്റ്റ് വിട്ടേരും, ഇഗ്നോർ ചെയ്തേരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് വേറൊരു മെത്തേഡ് കണ്ടുപിടിക്കണം. ആ മെത്തേഡിനെയാണ് നമ്മൾ ടൈലർ സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ശരിക്കും ഗെയിമിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ടൈലർ സീരീസ് അതൊരു ഒന്നൊന്നര സാധനം. പറഞ്ഞുതരാം. നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ അതേ കോൺസെപ്റ്റ് തന്നെ വരും. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ടൈലർ സീരീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാ ഈ എക്സ്പോണൻഷ്യൽ ടേം, അതിനെ നേരത്തെ ഉള്ള ഇൻഎഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈലർ സീരീസിലോട്ട് വരും. ഓക്കെ, മേ ബി ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ മാറും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, മാറുമെന്ന്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മതി, കൂടെ വന്നാൽ മതി, പറഞ്ഞുതരാം. അപ്പം നമ്മൾ ടൈലർ സീരീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏത് മാത്തമാറ്റിക്കൽ ഇക്വേഷനെ നമുക്ക് സിംപ്ലർ ഫോമിലോട്ട് മാറ്റാം. അതായത് ഇപ്പോൾ ഒരു ഇക്വേഷൻ വല്ലതും ഞാൻ പറയും, എന്താ ഒരു ഭീകര ഇക്വേഷൻ വല്ലതും, എന്താ e⁻⁴ into 2π divided by സംതിങ് ഒരു ഇക്വേഷൻ വായി വരുന്നില്ല. അതുകൊണ്ടാണ് നല്ലൊരു കോംപ്ലക്സ് ഇക്വേഷൻ, അങ്ങനെ മാത്രം ചിന്തിക്കുക. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്തൊക്കെ വരാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ വേറൊരു ടേമിലോട്ട് മാറ്റും. എങ്ങനെ? ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെയും അഡീഷൻ്റെയും ടേമിലോട്ട് മാത്രം മാറ്റും. അങ്ങനെ വരുത്തുമ്പോൾ എന്ത് പറ്റും? നമുക്കിനി ഇല്ല പറഞ്ഞതിൻ്റെ കൂട്ട് ഡെറിവേറ്റീവോ ഇൻ്റഗ്രേഷനോ പോലെ ഭീകര കോൺസെപ്റ്റ് ഒന്നും വേണ്ട. കൂട്ടുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആ ഒരു ഫോമിലോട്ട് എത്തിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് കേട്ട് പോവുക, ഞാൻ ബേസ് ആയിട്ട് പറഞ്ഞു തരിക. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, ഡീറ്റെയിൽ ആയിട്ട് പോകും. ഓക്കെ, ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. അതായത് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെയും അഡീഷൻ്റെയും ടേമിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ആകുമ്പം എന്താണ്, അതായത് ഈ ഡെറിവേറ്റീവ് കാണുന്നതിനെക്കാട്ടിലും ഒരുപാട് സിമ്പിളാണ്. 2 നമ്പർ കൂട്ടാനും 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനും. അപ്പം നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊരു ഫോമിൽ നിന്ന് സിമ്പിളർ ആയിട്ടൊരു ഫോമിലോട്ട് കൊണ്ടുവന്നാൽ എളുപ്പമല്ലേ? അതാണ് ടൈലർ സീരീസിന്റെ ബേസിക്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന e⁻⁴ കുറിച്ചാണ്. ഇതാണ് e⁻⁴ ടൈലർ സീരീസ്. ഇതെങ്ങനെ വന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും, ജസ്റ്റ് ഇപ്പോൾ കണ്ട് പേടിക്കണ്ട. ഓക്കെ, ഇതാണ് e⁻⁴ ടൈലർ സീരീസ്. ഇത് ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് കൂടി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഈ ടൈലർ സീരീസ് വെച്ച് നമ്മുടെ ഈയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ വന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, നമ്മുടെ നേരത്തെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇൻഎഫിഷ്യൻ്റാ, അതുകൊണ്ടാണ് നമ്മൾ ടൈലർ സീരീസ് യൂസ് ചെയ്തതാണല്ലോ. അപ്പോൾ എന്താണ് ടൈലർ സീരീസ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളാ പറഞ്ഞു വെച്ച സാധനം ശരിയാണോ അറിയണമല്ലോ. എന്നിട്ടല്ല പഠിച്ചിട്ട് കാര്യമില്ല. അതായത് ഇത് മറ്റേനെക്കാട്ടിലും എഫിഷ്യൻ്റ് ആണോ, പറഞ്ഞതിൻ്റെ ഒക്കെ കൂട്ട് തന്നെ ആണോ, അതൊന്നും അറിയണമല്ലോ. ഓക്കെ, അതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഇക്വേഷൻ മറക്കല്ലേ, ഇതാണ് നമ്മുടെ ഈയുടെ ടൈലർ സീരീസ് എന്ന് വിളിക്കുന്ന സാധനം. ഓക്കെ, നമുക്ക് ആണ് വേണ്ടത്. e⁻⁻ ടൈലർ സീരീസ് ആയി കാണാൻ നമുക്ക് ആ വേണ്ടത്. അപ്പോൾ എക്സിന് 1 ഇട്ട് കൊടുക്കണം, e⁻1. അപ്പോൾ എന്ന് പറ്റും, ഈ കാണുന്ന എക്സ് എല്ലാം 1 ആവും. ഓക്കെ, അപ്പോൾ ഈ വന്ന ഇക്വേഷൻ ഇങ്ങനെ. ഓക്കെ, ഇനി ഇത് പറഞ്ഞത്ര എഫിഷ്യൻ്റ് ആണെന്ന് അറിയണമല്ലോ. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഫാക്ടോറിയൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ കാണുന്ന എക്സ്ക്ലമേഷൻ സിമ്പിൾ കണ്ടുപിടിക്കേണ്ട, അതിനെ നമ്മൾ ഫാക്ടോറിയൽ എന്ന് വിളിക്കുന്നത്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. അതായത് ആ നമ്പർ തൊട്ട് 1 വരെ താപ്പോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ, അതാണ് ഫാക്ടോറിയൽ. വേറൊന്നുമല്ല. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1. ഓക്കെ, അതാണ്. അല്ലാതെ ഫാക്ടോറിയൽ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് പേടിക്കണ്ട, എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താഴോട്ട് ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ടൈലർ സീരീസ് മൾട്ടിപ്ലിക്കേഷൻ്റെയും അഡീഷൻ്റെയും ടേമിൻ്റെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നോക്ക്, ഇവിടെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ അല്ലേ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 2 × 1, 2 മൾട്ടിപ്ലൈഡ് × 1.
3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. അപ്പൊ അവിടെ നടക്കുന്നത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഈ ഡിനോമിനേറ്റർ ബേസിക് ആയിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ നടക്കുന്നത്? അഡീഷൻ അഡീഷൻ അഡീഷൻ. ഇതാ നോക്കി, ഇതാ ടൈലർ സീരീസിന്റെ കോർ കോൺസെപ്റ്റ്. അതായത് നമ്മളിവിടെ എത്ര വലിയ ഇക്വേഷനെയും ഈ മൾട്ടിപ്ലിക്കേഷന്റെ അഡീഷന്റെ ടേമിൽ എടുക്കുക. ആൻഡ് ഈ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ചെയ്യുന്നത് സിമ്പിൾ ആണ്. രണ്ട് നമ്പർ കൂട്ടുന്നത് വളരെ സിമ്പിളാ. ഈ ഡെറിവേറ്റീവിന്റെ കൂട്ട് ഭീകര കോൺസെപ്റ്റ് ഒന്നും അല്ല. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു വന്ന ഡെറിവേറ്റീവ് ഭീകര കോൺസെപ്റ്റ് ആണെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കല്. രണ്ട് നമ്പർ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് അതിനെ നമ്പറുകളിട്ട് കൂട്ടി മൾട്ടിപ്ലൈ ചെയ്ത് എത്തുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസ് സ്കില്ലാണ് മൾട്ടിപ്ലൈ ചെയ്യാനും അഡീഷനും. മെഷീൻസിനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഏത് കോംപ്ലക്സ് ഇക്വേഷൻ ടൈപ്പ് വന്നിട്ട് മൾട്ടിപ്ലിക്കേഷന്റെ അഡീഷന്റെ ടൈമിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ടൈലർ സീരീസ്. ഓക്കെ ഇവിടെ ടേംസ് ആണ്. ഓക്കെ, നമ്മളിവിടെ എത്ര ടേം എടുക്കണമെന്നുള്ള പറയാം. നമ്മളിവിടെ ഒരു ടേം മാത്രം എടുക്കുക. ആദ്യത്തെ ടേം 1. നമ്മളിവിടെ 2 ടേം എടുക്കുക. 1 + 1 എന്ത് കിട്ടി? 2 കിട്ടി. നമ്മളിവിടെ 3 ടേം എടുക്കുക. 1 + 1 + 1/2 ഫാക്ടോറിയൽ, അതായത് 2 + 1/2 ഫാക്ടോറിയൽ 2.50. നമ്മൾ 4 ടേം എടുക്കുക. അപ്പോൾ എന്ത് പറ്റും? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അതെല്ലാം കൂടെ സോൾവ് ചെയ്ത് വന്നാൽ അത് ഇനി ഇരിക്കും. ഓക്കെ, ഈ 2.5 എങ്ങനെ വന്നെന്ന് ചിന്തിക്കേണ്ട. ഇത് തൊട്ട് മുമ്പത്തെ വാല്യൂ 3 ടേം, ഈ ഇത്രയും ടേം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2.5നെ നമ്മൾ വീണ്ടും എഴുതി ജസ്റ്റ് ചുമ്മാ ഇവിടെ സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. മനസ്സിലായി കാണല്ലോ. ഇനി ഇപ്പം 5 ടേം ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. ആൻഡ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ഫിഫ്ത്ത് ടേം എത്തിയപ്പോൾ തന്നെ ഈയുടെ വാല്യൂ 2.7083 കിട്ടി. ഓക്കെ, നമ്മൾ 6th ടേം എത്തിയപ്പോൾ തന്നെ 2.71 കിട്ടി. 7th ടേം കിട്ടിയപ്പോൾ തന്നെ 2.7180. പിന്നെ 8th ടേം, 9th ടേം, ഏതാണ്ട് 10th ടേം എത്തിയപ്പോൾ തന്നെ നല്ലൊരു വാല്യൂ കിട്ടി. ആൻഡ് ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ മേളിൽ കണ്ടുപിടിച്ച് വെച്ച ഒരു വാല്യൂ ഉണ്ടല്ലോ 10 ഇതെന്താ? 2.71828. ഈ ഒരു നമ്പർ കണ്ടല്ലോ, ഇതുമായിട്ട് വളരെ ക്ലോസ് ആണ് ഈ നമ്പർ. നിങ്ങളത് ശ്രദ്ധിച്ചോ? ആൻഡ് ഈ മേളിൽ നോക്ക്, ഇവിടെ നമുക്ക് അത്രയും ഒരു വാല്യൂ കിട്ടണമെങ്കിൽ ഇത്രയും വലിയൊരു കമ്പ്യൂട്ടേഷൻ നടത്തണം. അതായത് 1.00001 ദ ഹോൾ റൈസ് ടു ഇത്രയും നമ്പർ ചെയ്താൽ മാത്രമേ ഇത് കിട്ടൂ. അതായത് ഇതിന്റെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ 1.00000 ഈ നമ്പറിനെ ഇത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ. ഇത് കൊച്ചുകളിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നമ്പറിനെ ഇത്രയും പ്രാവശ്യമൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇത് എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 8 ടേംസ് ഉണ്ട്. അതായത് 1 കോടി വട്ടം ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 1.00001 എന്ന് പറഞ്ഞ നമ്പറിനെ 1 കോടി ടൈംസ്, 1 10 കോടിയോ എണ്ണി നോക്കിയാൽ മനസ്സിലാവും. അത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലേ ഇത് കിട്ടൂ. ആൻഡ് അത് എത്ര മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ കോംപ്ലക്സിറ്റി എന്തോ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞ മെഷീൻസിന് അത്രയും ഹെവി ആവും അത്. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ, ഒരു ഹ്യൂമൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കടേ, ഭ്രാന്തെടുത്തു. അയച്ചോ. അപ്പൊ ഇത്രയും കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ജസ്റ്റ് ഇതാ ഇവിടെ 10 ടേം വരെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയും കുറച്ചും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി പറയട്ടെ, ഇത് സിമ്പിൾ അല്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറഞ്ഞു തരാം? ഇതിൻ്റെ അകത്തൊരു 10 ടേം ഇവിടെ കൊണ്ട് ഇട്ടപ്പോൾ നമുക്ക് കിട്ടി. നമ്മൾ 1 കോടി വട്ടം ഒന്നും 1.0000001 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി ഒന്നും വന്നില്ല. ആൻഡ് ദാറ്റ്സ് ഹൗ ടൈലർ സീരീസ് ഈസ്. ഇതിന് കൂടുതലും മനസ്സിലായില്ലെന്ന് പറയരുത്. ഓക്കെ.